Hello children, good morning. In the last class we were discussing about research design. Now you all know that research design is a plan of the proposed research work. ഒരു റിസർച്ചർ അയാളുടെ റിസർച്ച് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തയ്യാറാക്കുന്ന ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് മോർ അബൌട്ട് ദ റിസർച്ച് ഡിസൈൻ. Today we will be discussing about what are the phases of a research design. 4 phases ആണുള്ളത്. One is the sampling design, observational design, statistical design and the operational design. ഈ 4 phases-ഉം പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു റിസർച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം നമ്മൾ സാമ്പിൾ ഡിസൈൻ ചെയ്യണം, രണ്ടാമതായിട്ട് ഒബ്സർവേഷണൽ ഡിസൈൻ ചെയ്യണം, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അത് ഡിസൈൻ ചെയ്യണം, ലാസ്റ്റ് ഇസ് ഓപ്പറേഷണൽ ഡിസൈൻ. ഇനി ഓരോ ഫേസസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് സാമ്പിളിംഗ് ഡിസൈൻ? സാമ്പിളിംഗ് ഡിസൈൻ ഡീൽസ് വിത്ത് മെത്തേഡ് ഓഫ് സെലക്ടിങ് ഐറ്റംസ് ടു ബി ഒബ്സർവ്ഡ് ഫോർ ദ ഗിവൺ സ്റ്റഡി. അതായത് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനാവശ്യമായ ഡാറ്റ കളക്ട് ചെയ്യുന്നത് സാമ്പിൾ വഴിയാണ്. ആ സാമ്പിൾ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, എത്ര സാമ്പിൾ നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമായിട്ട് വരും, എവിടെ നിന്നൊക്കെയാണ് ഈ സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാമ്പിൾസ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഡിസൈൻ നമുക്ക് നിർബന്ധമായിട്ടും വേണം. അങ്ങനെ സാമ്പിളിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിസൈൻ ആണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റാൻഡം സാമ്പിളിംഗ് എടുക്കാം, നോൺ റാൻഡം സാമ്പിളിംഗ് എടുക്കാം, ഇങ്ങനെ കുറേ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്. അപ്പം ഇതിൽ ഏത് ടെക്നിക്കാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ഏത് ടെക്നിക്ക് വഴിയാണ് നിങ്ങൾ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത് എന്ന് നേരത്തെ തന്നെ സ്പെസിഫൈ ചെയ്യണം. അപ്പം നമുക്കൊരു സാമ്പിൾ ഡിസൈൻ ആവശ്യമാണ്. നെക്സ്റ്റ് ഇസ് ഒബ്സർവേഷണൽ ഡിസൈൻ. Observational design relates to the conditions under which observations are to be made while conducting a research study. ഒബ്സർവേഷണൽ റിസർച്ച് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചസ് ലൈക്ക് സോഷ്യൽ റിസർച്ച്, സൈക്കോളജിക്കൽ റിസർച്ച്, അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒബ്സർവേഷണൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. അപ്പം ഏത് സബ്ജക്റ്റ് മാറ്ററാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്, ആ സബ്ജക്റ്റ് മാറ്ററിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത്, അതായത് എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് ഈ സബ്ജക്റ്റ് മാറ്റർ, ഏതൊക്കെ സിറ്റുവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സബ്ജക്റ്റ് മാറ്റർ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്, ഈ സബ്ജക്റ്റ് മാറ്ററായിട്ട് എന്തൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാം, ഇതെല്ലാം ഒബ്സർവേഷണൽ ഡിസൈനിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. എന്തൊക്കെ വേരിയബിൾസ് ആണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്, ഏതൊക്കെ വേരിയബിൾസിനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, ഇതിൻ്റെയൊക്കെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ ഒരു ഒബ്സർവേഷൻ ഡിസൈനിൽ സ്പെസിഫൈ ചെയ്യണം. നെക്സ്റ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ഡിസൈൻസ് കൺസേൺ വിത്ത് ദ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആസ്പെക്റ്റ് ഓഫ് എ ഡിസൈൻ such as the technique of study, the method of model building, etc. They deal with analysis of the collected information and data. അതായത് ഡാറ്റ അനാലിസിസിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് റോ ഡാറ്റയാണ്. ഈ റോ ഡാറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത്, ഡാറ്റ അനാലിസിസ് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആവശ്യമാണ്. സോ ഒരു റിസർച്ചർ അയാളുടെ റിസർച്ച് വർക്കിൽ ഡാറ്റ അനാലിസിസിന് വേണ്ടി എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈന് നമ്മൾ രൂപീകരിക്കുന്നത്. അപ്പം ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈനിൽ നമുക്ക് തീരുമാനിക്കാം നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെ നമ്മൾ എങ്ങനെയൊക്കെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം, എന്തൊക്കെ ടൂൾസ് എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അനലൈസ് ചെയ്യണം. നെക്സ്റ്റ് ഇസ് ഓപ്പറേഷണൽ ഡിസൈൻ. These designs deal with the operational part of the research work. They deal with
techniques by which the procedures specified in sampling design, statistical design and observational designs are carried out. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ 3 ഡിസൈനുകളും നമ്മൾ സ്പെസിഫൈ ചെയ്ത് നമ്മളെല്ലാ ഡിസൈൻസും രൂപീകരിച്ച് കഴിഞ്ഞാൽ അവസാനം വരുന്നത് ഓപ്പറേഷണൽ ഡിസൈനാണ്. അതായത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാക്കിയുള്ള 3 ഡിസൈൻസും സാമ്പിൾ ഡിസൈൻ, ഒബ്സർവേഷൻ ഡിസൈൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈനിൽ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള ടൂൾസും ടെക്നിക്സും എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം നമ്മുടെ റിസർച്ച് വർക്കിൽ എന്നതാണ് ഓപ്പറേഷണൽ ഡിസൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാമ്പിളിംഗ് ഡിസൈനിൽ നമ്മൾ സാമ്പിൾ റെഡിയാക്കി, ഒബ്സർവേഷണൽ റിസർച്ചിൽ നമ്മൾ എങ്ങനെയാണ് സബ്ജക്റ്റ് മാറ്ററിനെ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് എന്ന് സ്പെസിഫൈ ചെയ്തു. അതേപോലെ തന്നെ അടുത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈനിൽ നമ്മൾ ഏതാണ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് അത് ഡിസൈഡ് ചെയ്തു. ഇനി ഓപ്പറേഷണൽ ഡിസൈനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ 3 കാര്യങ്ങളും എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് റിക്വയർമെൻറ്റ് ഓഫ് എ ഗുഡ് റിസർച്ച് ഡിസൈൻ. ഒരു ഗുഡ് റിസർച്ച് ഡിസൈനിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഫസ്റ്റ് വൺ ഇസ് എ ഗുഡ് ഡിസൈൻ മസ്റ്റ് ബി അപ്രോപ്രിയേറ്റ്, എഫിഷ്യൻറ്റ് ആൻഡ് എക്കണോമിക്കൽ. അപ്പം ഇവിടെ പറയുന്നത് ഒരു ഗുഡ് ഡിസൈൻ അപ്രോപ്രിയേറ്റ് ആവണമെന്നാണ്. അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനുകളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എറേഴ്സൊക്കെ കുറച്ച്, ഇൻഎഫിഷ്യൻസീസ് എല്ലാം കുറച്ച് നല്ല ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക എന്നുള്ളതാവണം നമ്മുടെ ലക്ഷ്യം. എക്കണോമിക്കൽ എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ നമ്മളുടെ ലിമിറ്റഡ് റിസോഴ്സ് കളയാതെ എല്ലാ ഏരിയാസും കൺസിഡർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു ഗുഡ് റിസർച്ച് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് എ ഗുഡ് റിസർച്ച് ഡിസൈൻ ഷുഡ് ബി ഫ്ലെക്സിബിൾ. അതായത് ഒരു ഗുഡ് റിസർച്ച് ഡിസൈൻ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അപ്പോൾ അത് എക്സ്പ്ലോറേറ്ററി ആവാം, ഡിസ്ക്രിപ്റ്റീവ് ആവാം, അനാലിറ്റിക്കൽ ആവാം, കോസൽ റിസർച്ച് ആവാം. പക്ഷേ എല്ലാ റിസർച്ചും നമുക്ക് ഒന്നിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ആസ്പെക്ട്സ് ആണ് ഓരോ റിസർച്ചിലും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഈ ഓരോ ആസ്പെക്ട്സും കൺസിഡർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. എല്ലാ റിസർച്ചിൻ്റെയും ഓരോ കൺസെപ്റ്റ്സ് നമ്മൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മളുടെ റിസർച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഇസ് എ റിസർച്ച് ഡിസൈൻ മസ്റ്റ് ബി ആഡിക്വേറ്റ്. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ആഡിക്വേറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആവണമെന്നില്ല. പക്ഷേ എന്നാലും മാക്സിമം നമ്മൾ ചെയ്യണം, അത് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കണം. അതായത് എല്ലാ ആസ്പെക്ട്സും, ഒരു റിസർച്ചിൻ്റെ എല്ലാ ആസ്പെക്ട്സും കൺസിഡർ ചെയ്തിട്ടായിരിക്കണം റിസർച്ചർ ചെയ്യേണ്ടത്, ഒരു റിസർച്ച് ഡിസൈൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇസ് മെറിറ്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. മെറിറ്റ്സ് ഓഫ് റിസർച്ച് ഡിസൈനിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു സേവ് റിസർച്ചേഴ്സ് ടൈം, മണി ആൻഡ് എനർജി. അതായത് ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻ്റാണ്, ഒരു പ്ലാനാണ്. അപ്പം പ്ലാനോട് കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് സേവ് ചെയ്യാം, ടൈം, മണി ആൻഡ് എനർജി സേവ് ചെയ്യാൻ സാധിക്കും. Second one is it helps to prepare and execute the various activities related to the study systematically. അതായത് നേരത്തെ പറഞ്ഞു, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻ്റാണ്, ഒരു പ്ലാനാണ്. പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഇസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഇസ് ടു ബി ഡൺ, ഹൗ ഇറ്റ് ഇസ് ടു ബി ഡൺ, ഇതിൻ്റെ എല്ലാം ആൻസേഴ്സാണ് നമ്മളൊരു പ്ലാനിൽ കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാനോടുകൂടി ചെയ്യുമ്പോൾ റിസർച്ച് വർക്ക് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു റിസർച്ചർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. There will be no confusion for the researcher. Third point is it helps the researcher to document the research activities. അതായത് എല്ലാ ടാസ്കും ഇവിടെ റിസർച്ചർക്ക് ക്ലിയർ ആണ്. എങ്ങനെ, എപ്പോൾ, ഏതൊക്കെ രീതിയിൽ, ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് കണ്ടെത്തിയിട്ടാണ് റിസർച്ചർ ചെയ്യുന്നത്, ഒരു റിസർച്ച് വർക്കിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർച്ചർക്ക് യാതൊരു കൺഫ്യൂഷനും ഇവിടെ വരുന്നില്ല. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജിലും അയാൾക്ക് ചെയ്യാൻ പറ്റും, അയാൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാനും ഡോക്യുമെൻ്റ് ചെയ്യാനും റിസർച്ചർക്ക് സാധിക്കുന്നു. Next point is it ensures proper time schedule for the implementation of the project. അതായത് റിസർച്ച് ഡിസൈൻ പ്രോപ്പർ ആണെങ്കിൽ നല്ല പ്ലാനോട് കൂടിയിട്ടും നല്ല ഒരു ധാരണയോട് കൂടിയിട്ടുമാണ് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക്
ടൈം പീരിയഡിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ റിസർച്ച് വർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിസർച്ചിന് ഒരു നിശ്ചിത ടൈമുണ്ട്. ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ റിസർച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് നമ്മളുടെ ടൈം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആ വിത്തിൻ ദ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there should be a systematic way for doing that particular research. അപ്പം ഇവിടെ ഒരു പ്രോപ്പർ റിസർച്ച് ഡിസൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ടൈം ഷെഡ്യൂൾ ഒരു പ്രശ്നമല്ല. വിത്തിൻ ദ ടൈം ഷെഡ്യൂൾ ദ റിസർച്ചർ വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ഹിസ് project when there is a proper research design. Next is it provides confidence to the researcher for completing the research work. അതായത് ഇവിടെ നല്ലൊരു പ്ലാൻ ഉണ്ട്, റിസർച്ചർക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ റിസർച്ചറുടെ ഉള്ളിൽ ഓരോ ഫേസ് കഴിയുന്നതിനനുസരിച്ചിട്ട് റിസർച്ചിൻ്റെ ഓരോ ഘട്ടത്തിലും അയാളുടെ എന്ത് കൂടിക്കൊണ്ടിരിക്കും, കോൺഫിഡൻസ് ഇൻ ദ റിസർച്ച് വർക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് ഇസ് ഇറ്റ് പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് സക്സസ് അറ്റ് എവറി സ്റ്റേജ് ഓഫ് വർക്ക്. അതായത് ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും റിസർച്ചർക്ക് ഒരു സെൻസ് ഓഫ് സക്സസ് വിൽ ബി ദെയർ. ഹി വിൽ ബി ഹാപ്പി ദാറ്റ് ഹി ഈസ് ഡൂയിങ് ദ റിസർച്ച് വർക്ക് കറക്റ്റ്ലി ആൻഡ് ഹി വിൽ ബി ഹാപ്പി ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു കംപ്ലീറ്റ് ദ വർക്ക് വിത്തിൻ ദ ടൈം ലിമിറ്റ് ഓർ ദ ടൈം ഷെഡ്യൂൾ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു റിസർച്ച് ഡിസൈനിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രോപ്പറായിട്ടുള്ള ഒരു റിസർച്ച് ഡിസൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഹെൽപ്പ് ഫോർ ദ റിസർച്ചർ. he will be able to complete the research work with no confusion at all. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു റിസർച്ച് ഡിസൈൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ എ researcher in doing his research. Okay children, I hope you have understood the topic. Please go through the topic. If you have any doubts, please message me. I'll see you in the next class. Take care. Bye bye.